ഹായ് മക്കളെ, എല്ലാവർക്കും എജ്യൂമേറ്റിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2ാം ക്ലാസ്സിലെ മലയാളത്തിലെ രുചിമേളം എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി ബുക്കാണ് കേട്ടോ. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. എന്താണ് പല പല പലഹാരങ്ങൾ? എനിക്ക് കിട്ടിയ പലഹാരം. മക്കൾക്കപ്പോൾ സ്കൂളിൽ ഒരുപാട് പലഹാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവില്ലേ ടീച്ചേഴ്സ്? അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് പലഹാരമാണ് കിട്ടിയത്, അതേതാണെന്ന് എഴുതാം. ടീച്ചർ ഇവിടെ എഴുതുന്നത് സമൂസ എന്നാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് കിട്ടിയ പലഹാരങ്ങൾ, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഏതെല്ലാം പലഹാരങ്ങളാണ് കിട്ടിയത് അത് എഴുതാം ഇവിടെ. അടുത്തത് എന്താ നോക്കൂ. എൻ്റെ പലഹാരത്തെക്കുറിച്ച് എനിക്കറിയാവുന്നത്. മക്കൾക്ക് കിട്ടിയ പലഹാരത്തെക്കുറിച്ച് എന്തെല്ലാം അറിയും, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ ചേർക്കുന്നത്, അതെല്ലാം എഴുതാം. മിസ് ഇവിടെ സമൂസയെ കുറിച്ചാണ് എഴുതുന്നത് കേട്ടോ. ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കുക. ചിക്കൻ വേവിച്ച് മിക്സിയിൽ ചെറിയ പൊടിയായി പൊടിച്ചെടുക്കുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ പേസ്റ്റ് പരുവത്തിലാക്കുക. ഉള്ളിയും പച്ചക്കറികളും ചിക്കനും എണ്ണയിൽ നന്നായി വഴറ്റുക. ശേഷം സമൂസ ഷീറ്റിൽ ഈ മിക്സ് കുറച്ച് കുറച്ച് നിറച്ച് എണ്ണയിൽ പൊരിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് മക്കളെ സമൂസ ഉണ്ടാക്കുന്ന വിധം. അതുപോലെ മക്കളുടെ പലഹാരം എന്താണോ അതിനെക്കുറിച്ച് അറിയുന്നത് നിങ്ങൾക്ക് അവിടെ എഴുതാം കേട്ടോ. ഇനി നോക്കൂ, പ്രവർത്തനം 5.2. പറഞ്ഞതെന്താവാം? അച്ഛനും അമ്മയും കുഞ്ഞുമോളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. ഡോക്ടറെ കാണിച്ചു. ഡോക്ടറും കുഞ്ഞുമോളും തമ്മിൽ പറഞ്ഞത് എന്തൊക്കെയാവാം? ഇന്ന് രാവിലെ ആഹാരം കഴിച്ചില്ലേ മോളെ? ഡോക്ടർ ചോദിക്കുകയാണല്ലേ. അപ്പൊ കുഞ്ഞുമോൾ എന്താ പറഞ്ഞേ? ഇല്ല ഡോക്ടർ മാമ. നോക്ക്, എന്തൊക്കെയായിരിക്കും ഡോക്ടറും കുഞ്ഞുമോളും കൂടി പറഞ്ഞിട്ടുണ്ടാവാം? നന്നായി ഭക്ഷണം കഴിക്കണേ മോളെ എന്നാവും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ കുഞ്ഞുമോൾ എന്തായിരിക്കും പറയാ? ശരി ഡോക്ടർ മാമ, ഞാൻ കഴിച്ചോണ്ട്. പ്രവർത്തനം 5.3. ക്രമത്തിൽ എഴുതാം. കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ. താഴെ കൊടുത്ത വാക്യങ്ങൾ വായിച്ച് അവ ക്രമത്തിൽ എഴുതാം. നമുക്ക് എങ്ങനെയാണ് തന്നിട്ടുള്ളത്? അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു. ഡോക്ടർ മരുന്ന് കൊടുത്തു. കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട. ക്ഷീണം മാറി അവൾ ഉഷാറായി. കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു. അവളെ ഡോക്ടറെ കാണിച്ചു. ഇനി ഇത് നമ്മളോട് ക്രമത്തിൽ എഴുതാനാണ് പറയുന്നത്. എങ്ങനെയായിരിക്കും മക്കളെ അപ്പോ? കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട. അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു. അവളെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ മരുന്ന് കൊടുത്തു. കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു. ക്ഷീണം മാറി അവൾ ഉഷാറായി. അങ്ങനെ ആയിരിക്കും അല്ലേ? കണ്ടെത്തി എഴുതാം. അടിവരയിട്ട പദത്തിന് പകരം പാഠത്തിൽ ഉപയോഗിച്ച പദം കണ്ടെത്തി വാക്യം എഴുതാം. എല്ലാത്തിനും നല്ല രുചി. രുചി എന്നുള്ളിടത്ത് എന്തായിരുന്നു മക്കളെ? സ്വാദ്. രണ്ടാമത്തെ നോക്കൂ. ദിവസം കഴിയും തോറും മോൾക്ക് തളർച്ച കൂടിക്കൂടി വരുന്നു. നമ്മുടെ പാഠഭാഗത്തിൽ എങ്ങനെയായിരുന്നു? ക്ഷീണം കൂടിക്കൂടി വരുന്നു. കുഞ്ഞുമോൾ ഉത്സാഹത്തോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി. എങ്ങനെയായിരുന്നു? ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി. അവസാനത്തെ നോക്കൂ. കുഞ്ഞുമോൾക്കൊന്നും തിന്നാൻ വേണ്ട. കുഞ്ഞുമോൾക്കൊന്നും കഴിക്കാൻ വേണ്ട എന്നായിരുന്നു അല്ലേ? അടുത്ത പ്രവർത്തനം എന്താണ്? ഡയറി എഴുതാം. കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി. ആ ദിവസം അവൾ ഡയറിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവും എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഒരു ഡയറി എഴുതുമ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? ഡേറ്റും വേണം, അതുപോലെ ഏത് ദിവസമാണ് എന്നതും വേണം അല്ലേ? അപ്പം നമുക്ക് കുഞ്ഞുമോളുടെ ഡയറി എഴുതി നോക്കാം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഞാൻ സ്കൂളിലേക്ക് പോയത്. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ആഹാരം കഴിക്കാൻ വേണ്ടാത്തത് കൊണ്ട് തന്നെ ഒട്ടും ഉഷാറില്ലായിരുന്നു. ആഹാരമൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല ക്ഷീണമായിരുന്നു. അച്ഛനും അമ്മയും ഒരുപാട് പേടിച്ചു. എന്നിട്ട് അവരെന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ മാമൻ പറഞ്ഞു നന്നായി ഭക്ഷണം കഴിച്ചാലേ നല്ല ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ എന്ന്. അതിനുശേഷം എനിക്ക് ഒരുപാട് മരുന്നും തന്നു. പിന്നീടുള്ള ദിവസങ്ങൾ ഞാൻ മരുന്നും കഴിച്ചു, അതോടൊപ്പം വയറു നിറയെ ആഹാരവും കഴിച്ചു. ഇപ്പോൾ എനിക്ക് ഒരു ക്ഷീണവുമില്ല. ഇന്നാണ് ഞാൻ ചുറുചുറുക്കോടെ സ്കൂളിലേക്ക് പോയത്. അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി. ഒപ്പം എൻ്റെ ടീച്ചറിനും കൂട്ടുകാർക്കും സന്തോഷമായി. ഞാനിതിൽ കുറച്ചധികം എഴുതിയിട്ടുണ്ട്. മക്കൾക്ക് ആവശ്യമുള്ള പോയിന്റ് മാത്രം എടുത്തെഴുതിയാൽ മതി കേട്ടോ. അടുത്ത പ്രവർത്തനം നോക്കൂ. പോസ്റ്റർ തയ്യാറാക്കാം. ആഹാരശീലങ്ങളുമായി ബന്ധപ്പെട്ട് കുഞ്ഞുമോൾ തയ്യാറാക്കിയ പോസ്റ്റർ നോക്കൂ. നമുക്കും ഒരു പോസ്റ്റർ തയ്യാറാക്കാം. തുറന്നു വെച്ച ആഹാര സാധനങ്ങൾ കഴിക്കരുതേ എന്നാണല്ലേ മക്കളെ പോസ്റ്ററിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്കും ഒരു പോസ്റ്റർ തയ്യാറാക്കാം. നോക്കൂ.
ഞാനിവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്, അതുപോലെ മക്കളും ചെയ്യണേ. പാചകക്കുറിപ്പ് എഴുതാം. അരിയുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാറില്ലേ? ഏതെങ്കിലും ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം എഴുതാം. ഞാനിവിടെ പഴംപൊരി തയ്യാറാക്കുന്ന വിധമാണ് എഴുതുന്നത്. ചേരുവകൾ: നേന്ത്രപ്പഴം, മൈദ, മഞ്ഞൾപ്പൊടി, പഞ്ചസാര, ജീരകം, വെളിച്ചെണ്ണ. തയ്യാറാക്കുന്ന വിധം: പഴം തൊലി കളഞ്ഞ് നീളത്തിൽ കഷ്ണങ്ങളാക്കുക. മൈദമാവിൽ ജീരകം പൊടിച്ചതും പഞ്ചസാരയും കളർ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളമൊഴിച്ച് കുഴമ്പ് പരുവത്തിലാക്കുക. പഴം കഷ്ണങ്ങൾ മാവിൽ മുക്കി ചൂട് എണ്ണയിൽ പൊരിച്ചെടുക്കുക. ഇങ്ങനെയാണ് പഴംപൊരി തയ്യാറാക്കുന്ന വിധം. ഇനി നോക്കൂ, ഇനി എന്താണ്? ചേരുവകൾ കണ്ടെത്തി എഴുതാനാണ് ഇനി പറയുന്നത്. പരിപ്പുവട: കടലപ്പരിപ്പ്, പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, കറിവേപ്പില, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയും ചേരുവകളാണ് പരിപ്പുവട ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. ഇനി സാമ്പാറിനുള്ള ചേരുവകളാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്തൊക്കെയാ വേണം? വെണ്ടയ്ക്ക, തക്കാളി, മുരിങ്ങക്കായ, കുമ്പളങ്ങ, കറിവേപ്പില, മല്ലിയില, പരിപ്പ്, വറ്റൽമുളക്, കായം, ഉലുവ, കടുക്, നാളികേരം, ഉപ്പ്, വാളൻപുളി, വെളിച്ചെണ്ണ. ഇത്രയും ചേരുവകളാണ്. ഇത് മാത്രമല്ല, സാമ്പാറിന് എത്രത്തോളം പച്ചക്കറികൾ കിട്ടുന്നോ അതെല്ലാം നമുക്ക് ചേർക്കാവുന്നതാണല്ലേ. അടുത്തത് പ്രഥമൻ ഉണ്ടാക്കുന്ന വിധമാണ് പറഞ്ഞത്. അതിനെന്തെല്ലാം വേണം? അട, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഏലയ്ക്ക, ചൊവ്വരി, നെയ്യ്, ശർക്കരപ്പാനി, തേങ്ങാപ്പാൽ, 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാലും വേണം. അതുപോലെ കുറച്ച് വെള്ളവും വേണം. അടുത്ത പ്രവർത്തനം വരയ്ക്കാം, നിറം നൽകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങളുടെ ചിത്രം വരച്ച് നിറം നൽകാനാണ് പറയുന്നത്. മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം വരയ്ക്കുക ആഹാര സാധനത്തിന്റെ, എന്നിട്ട് അതിന് നിറം നൽകണേ. ഞാനിവിടെ സദ്യയുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. അടുത്ത പ്രവർത്തനം നോക്കൂ. മാതൃക പോലെ എഴുതാം. അമ്മ, അച്ഛൻ, അമ്മയും അച്ഛനും. അടുത്തത് നോക്കൂ. ദോശ, ഇഡലി. അതെങ്ങനെയായിരിക്കും? ദോശയും ഇഡലിയും. അട, വട, അടയും വടയും. നെയ്യപ്പം, ഉണ്ണിയപ്പം, നെയ്യപ്പവും ഉണ്ണിയപ്പവും. ചോറ്, സാമ്പാർ, ചോറും സാമ്പാറും. അപ്പം, കറി, അപ്പവും കറിയും. ഓക്കെ, അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള അത്രയും ഉദാഹരണങ്ങൾ എഴുതാട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. പാഠഭാഗങ്ങളും അതിലെ ആക്ടിവിറ്റീസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ 2-ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്